നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 618 618. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 618. 112 സർഗം ലീലാകാണ്ഡത്തിലെ വസുദേവദേവികമാരോട് കൃഷ്ണൻ്റെ ക്ഷമായാചനം, ഉഗ്രസേനനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് വായിക്കുന്ന ഭാഗമാണ് കഴിഞ്ഞത്. അതിലെ 31 അവസാനത്തെ ശ്ലോകം എന്തായിരുന്നു വെച്ചാൽ, ഇന്നോളവും പോറ്റി വളർത്തൊരച്ചനടുക്കലം മട്ട് ഇത് ചൊല്ലും ഈ ഞാൻ എന്നോർത്തുകൊണ്ട് അഗ്രജനോത്തൊരേടം പരുങ്ങി നിന്നാൻ പയസീരുഹാക്ഷൻ. എന്താ ഡയറക്ഷൻ! വ്യാസരുടെ തൂലിക ചലിക്കുന്നത്. അല്ലെങ്കിൽ വ്യാസർ എഴുതിയ ഭാഗവത്തിൽ കൂട്ടിച്ചേർത്തതാണ് താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി. അദ്ദേഹമാണെങ്കിലും ശരി, നമ്മൾക്ക് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണാം. സ്വന്തം അച്ഛനമ്മയെ ജയിലിൽ നിന്ന് വിമോചിച്ച് അവരോട് ക്ഷമായാചനം ചെയ്ത് ഉഗ്രസേന മഹാരാജാവിനെ രാജാവാക്കി വാഴിച്ചു. ഇനി തന്നെ ഇത്രകാലം വളർത്തിയിട്ടുള്ള നന്ദഗോപുരോടും യശോദമ്മയോടും നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ, ഞാനിവിടെ കൂടുകയാണെന്ന് എങ്ങനെ പറയും എന്നോർത്തുകൊണ്ട് അഗ്രജനത്ത് ഒരേടം പരുങ്ങി നിന്നാൻ പയസീരുഹാക്ഷൻ. ഭഗവാൻ ലീലയാ വിനോദം ആടുന്നു, ഓക്കെ, എഗ്രി. പക്ഷേ ഇത്രയും തനിമയായിരുന്നൊരു കഥാപാത്രത്തിനെ ലോകത്തിൽ നമുക്ക് തരാൻ കിട്ടില്ല. അതാണ് എൻ്റെ സത്യം. ഇനി നമ്മൾക്ക് 113 സർഗം വളർത്തച്ഛനെയും മറ്റും സമാധാനിപ്പിച്ച വൃന്ദാവനത്തിലേക്ക് തിരിച്ചയക്കലാണ്. ഒന്നാമത്തെ ശ്ലോകം നോക്കുക. വല്ലാത്തൊരത്ഭുത സ്വപ്നം എന്തോ കണ്ടതുമാതിരി, വല്ലാത്തൊരു അത്ഭുത സ്വപ്നം എന്തോ കണ്ടതുമാതിരി, ഗോപന്മാരുള്ളിലോർത്തോർത്ത് വിചാരാകുലരാകവേ. വിചാരിച്ച് കാട് കയറിയവർ ഇനി വരാൻ പോകുന്ന സത്യത്തിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളും? ഇതുവരെ കണ്ണായിട്ടും കരളായിട്ടും കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഭഗവാനെ ഇവിടെ മധുരയിലാക്കി പോണ്ടി വരിക എന്ന് പറഞ്ഞാൽ അല്ലേ? ആലോചിച്ച് നോക്കൂ. കണ്ണീരൊഴുക്കിടും നന്ദനരികൾ ചെന്നു രാവിലെ കൃഷ്ണനും രാമനും കെട്ടിപ്പിടിച്ചിങ്ങനെ മെല്ലവേ. രണ്ടാളും പിറ്റേ ദിവസം നേരം വെളിച്ചായി, നിത്യവൃത്തികളൊക്കെ കഴിഞ്ഞ് ഈശ്വരോപാസനയൊക്കെ കഴിഞ്ഞ് ഒഴുക്കിടും നന്ദനരികൾ ചെന്ന് രാവിലെ കൃഷ്ണനും രാമനും കെട്ടിപ്പിടിച്ചിങ്ങനെ മെല്ലവേ ചൊല്ലിനാരിത്രയും സ്നേഹവാത്സല്യത്തോടെ ഞങ്ങളെ മഹത്താം മറ്റു കാര്യങ്ങളൊക്കെയും വിട്ട് ഇതേവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല ജീവിച്ചിരുന്നതെന്നാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന മഹത്തരമായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ രണ്ടാളുടെയും കൈ വളരുന്നു കാല് വളരുന്നു എന്ന് ആലോചിച്ച് ജീവിതം മുഴുവൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു. ചൊല്ലിനാരിത്രയും സ്നേഹവാത്സല്യത്തോട് ഞങ്ങളെ മഹത്താം മറ്റു കാര്യങ്ങളൊക്കെയും വിട്ട് ഇതേവരെ രക്ഷിച്ചൊരച്ഛനോടമ്മട്ട് ഉര ചെയ്യേണ്ടത് ഈ വിധം. അങ്ങനെയുള്ള അച്ഛനോട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുക? രക്ഷിച്ചൊരച്ഛനോടമ്മട്ടുര ചെയ്യേണ്ടത് ഈ വിധം ഗോകുലത്തെങ്കിലേക്ക് അച്ഛൻ തനിയെ തന്നെ പോകുവാൻ. ഞങ്ങളെ ഇവിടെ വിട്ട് തനിയെ പോകണമെന്ന് ഞങ്ങളെങ്ങനെ പറയും? നമ്മൾക്ക് 10ഉം 20ഉം വയസ്സായിട്ട് കുട്ടികൾ എൻജിനീയറിങ് കോളേജിലേക്ക് പോകുമ്പോൾ ഇഷ്ടാവണില്ല അച്ഛനമ്മമാർക്ക്.
ഇനി MBBS മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വയസ്സായിട്ടുള്ള അച്ഛനെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് അമ്മ മകൻ്റെ ഒപ്പം പോവുകയാണ്. ഇനി MDക്ക് ആണെച്ചാൽ MD പരീക്ഷ എഴുതുകയാണെങ്കിൽ പറയും വേണ്ട അല്ലേ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ സ്വന്തം കുട്ടികളുടെ വളർച്ചയ്ക്ക് നമ്മൾക്ക് എങ്ങനെ വളവും വെള്ളവും ആവും, കൂറും ആവും അല്ലേ, അങ്ങനെ പരിരക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. ശരി, ഓക്കെ, ഡിറ്റ്, നന്നായി. പക്ഷേ പിന്നെ അവർ സമ്പാദിച്ച് തുടങ്ങി ഈ അച്ഛനമ്മമാരെ വൃദ്ധാശ്രമത്തിലേക്ക് അയക്കുമ്പോഴത്തെ ഒരു ക്ഷീണം എന്താ? അവർ ഭാഗവതം പഠിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഈ 6, 8, 10 വയസ്സിൽ ഭാഗവതം മാതിരിയുള്ള കഥകൾ, അതിൻ്റെ ആഖ്യാന രീതി, അതിലുള്ള ഉപദേശങ്ങൾ, അതിൽ നിന്നുള്ള പ്രതീക്ഷകൾ, എക്സ്പെക്റ്റേഷൻസ്, ഓരോ കുടുംബത്തിലെ അംഗങ്ങളും പരസ്പരം എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് രാമായണത്തിലും ഭാഗവതത്തിലും പറഞ്ഞ പോലെ ഒരു ഗ്രന്ഥത്തിലും ശാസ്ത്ര ഗ്രന്ഥമായിട്ട് വേറില്ല. അപ്പോൾ ഇതിൽ ഇന്നവർ വായിക്കണം എന്നല്ല പറഞ്ഞത്, ആർക്ക് വേണമെങ്കിലും വായിക്കാം, ഇതിൽ ആകൃഷ്ടരാവുന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതിൽ ആകൃഷ്ടരാവാതെ കണ്ടിരിക്കണതിന് കാരണം അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് വെളിയിലേക്ക് വരാൻ അവർക്ക് സമയമായിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഐ ഫീൽ പിറ്റി, ദാറ്റ്സ് ആൾ, നത്തിങ് എൽസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഗോകുലത്തെങ്കിലേക്ക് അച്ഛൻ തനിയെ തന്നെ പോകുവാൻ ഞങ്ങളും കൂടെ അവിടേക്ക് അണഞ്ഞിടുകിൽ നിശ്ചയം ജരാസന്ധൻ തുടർന്നുള്ളവരുടൻ വന്നാക്രമിച്ചിടും. അതായത് ഭഗവാൻ എങ്ങനെയാ നന്ദഗോപുരിയും യശോദമ്മേനും സമാധാനിപ്പിക്കണത്? ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കയ്യബദ്ധം വന്നതൊന്നുമല്ല. ഞങ്ങൾ വേണമെന്ന് വിചാരിച്ച വൃഷ്ണികൾക്ക്, യദുക്കൾക്ക്, അല്ലെങ്കിൽ ഗോപന്മാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയ്ക്കാണ് കംസനെ നിഗ്രഹിച്ചിട്ടുള്ളത്. ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കാതെ കണ്ടിരുന്നാൽ ജരാസന്ധൻ വന്ന് ഇവിടെ ആധിപത്യം സ്ഥാപിക്കും, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പറഞ്ഞു. അപ്പോൾ ജരാസന്ധൻ തുടർന്നുള്ളവരുടൻ വന്നാക്രമിച്ചിടും, ആ മട്ട് രക്ഷിതാവസ്ഥ മധുരയ്ക്കുളവായി വരും. മഹാരാജാവിനാവില്ല തനിയെ നാടുവാഴുവാൻ. ജരാസന്ധനെ ഉപരോധിക്കാൻ ഉഗ്രസേന മഹാരാജാവിനെ കൊണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ സേവ ഇവിടെ വേണം, അച്ഛൻ പൊറുക്കണം, ഞങ്ങൾ സമയാസമയത്ത് അച്ഛനെ വന്ന് കണ്ടോളാം എന്നാണ് സമാധാനിപ്പിക്കുന്നത്. പലരും വന്നു പലതും ചൊല്ലിൽ മൂളേണ്ടതായി വരും, കയ്യു കൊള്ളോനണഞ്ഞോരോ നിയമം ദിവസം പ്രതി. ഇഷ്ടം പോലുളവാക്കിയിടും ന്യായവും ചൊല്ലും ഏതിനും അരാജകത്വം അമ്മട്ടിൽ ഉദിച്ചിടുകിൽ നിശ്ചയം ധർമ്മപ്രധാനമാവില്ല. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണ്, അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണതാ. പിന്നെ ഇഷ്ടം പോലുളവാക്കിയിടും ന്യായവും ചൊല്ലും ഏതിനും അരാജകത്വം മമ്മട്ടിലുദിച്ചിടുകിൽ നിശ്ചയം ധർമ്മപ്രധാനമാവില്ല. രാജ്യം സ്വാർത്ഥപ്രധാനമായിട്ട് തീരും. അച്ഛൻ ചെല്ലായിലങ്ങളുള്ളവരെല്ലാം ഒട്ടേറെ വാഴിയിടും. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും യശോദമ്മയും നന്ദഗോപുരം ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ അതോ ശരിയാവില്ലല്ലോ. അവിടെ എന്താണെന്ന് പറയുക, വേറെ ഗോപന്മാരില്ലേ, ഗോപസ്ത്രീകളുടെ കാര്യം ആര് നോക്കും? അപ്പോൾ അച്ഛൻ ചെല്ലായിലങ്ങുള്ളവരെല്ലാം ഒട്ടേറെ മാഴിയിടും. ഇങ്ങോട്ട് നോക്കിയേ നിൽപ്പതുണ്ടാം എന്നമ്മ എപ്പോഴും. യശോദമ്മ വന്നിട്ടില്ലേ? ഇങ്ങോട്ട് നോക്കിയേ നിൽപ്പതുണ്ടാം എന്നമ്മ എപ്പോഴും. എന്നെയും കൂട്ടിയിട്ട് നന്ദഗോപുരെ അങ്ങോട്ട് മടങ്ങി ചെല്ലരുത് നോക്കിയിട്ട് അമ്മ ഇപ്പം നോക്കി നിൽക്കുന്നുണ്ടാവുമെന്നാണ് പറഞ്ഞത്. വേണ്ടും പോലൊക്കെയും ചൊല്ലി അവർക്ക് ഉൾപ്പൂവിലെത്രയും. അപ്പോൾ അച്ഛൻ അവിടെ പോയിട്ട് അവരേനൊക്കെ സമാധാനിപ്പിക്കണം എനിക്ക് വേണ്ടിയിട്ട്. ആശ്വാസമുളവാക്കണം അച്ഛൻ എമ്മട്ടിലെങ്കിലും. അതാണ് അവസാനം. അച്ഛൻ എങ്ങനെ നോക്കൂ, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊക്കെ സീനിയർ സിറ്റിസണാണ്. ഞാൻ ജീവിതം ഒരുപാട് കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം ആര് മരിച്ചാലും ഞാൻ ഇളകാറില്ല. കാരണം എനിക്ക് ഈശ്വരൻ ബൈ ബർത്ത് ഞങ്ങൾ 5 ആൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, സഹോദരി സഹോദരൻ. അതിൽ
ഏറ്റവും ഹാർഡ് നട്ട് ടു ബി ബ്രോക്കൺ ഞാനാ. കാരണം എനിക്ക് അങ്ങനെ ഇമോഷൻസ് ഇല്ല. ഇമോഷൻസിനെ ഞാൻ പമ്പ കടത്തിയിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് പൊതു സ്ഥലത്ത് ജീവിക്കുക. പൊതുസ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പട്ടാമ്പി പടിഞ്ഞാറേ മഠം എൻ്റെ അച്ഛമ്പങ്ങളുടെ ട്രസ്റ്റ് ആവുകാരം എൻ്റെ അച്ഛനും ഞാനും കൂടിയിട്ടാണ് ആ ട്രസ്റ്റ് 73 വരെ കൊണ്ടു നിർത്തിയിട്ടുള്ളത്. കാരണം 60 വയസ്സിൽ മീതിയായിട്ടുള്ളവർ കാര്യസ്ഥനാവാൻ പാടില്ല എന്നൊരു റൂളിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ സമൂഹത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ സാധാരണക്കാരനെയാണ് കൂടുതൽ അലട്ടുക. അപ്പോൾ ഒക്കെ കേസ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരും. അച്ഛൻ അതിന് സമാധാനം പറയും, ആൾക്കാരെ സമാധാനിപ്പിക്കും. ഞാനത് കേട്ട് തഴമ്പിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇതെനിക്ക് വളരെ അപ്റ്റായിട്ട് തോന്നി. അപ്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ബോധിക്കണമെങ്കിൽ നമ്മൾക്ക് ജീവിത പരിചയം വേണം. നേരെ മറിച്ച് 6, 8, 10 വയസ്സുകളിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് കുറേ കൂടി ഷൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇതൊക്കെ സ്വാഭാവികമാണ്. അതറിയാത്തവരാണ് ഇതിലേക്ക് വരാതെണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ആശ്വാസം ഉളവാക്കേണം അച്ഛൻ എമ്മട്ടെങ്കിലും പടിമേലുള്ളൊരനോട കുഴലമ്മയോടോദണം. പടിമേലുള്ളൊരനോട കുഴലമ്മയോടോദണം. സൂക്ഷിച്ച് വെക്കേണ്ട. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഓടക്കുഴൽ കൊണ്ടുവന്നില്ലേ? ആലോചിച്ച് നോക്കേണ്ട ഒരുപാട്. ഞാൻ അപ്പോൾ അതിന് ഉദാഹരണം പറയാം. ഇന്ന് ഈ ഡേറ്റ് പറഞ്ഞെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇന്ന് 29 സെപ്റ്റംബർ 2024. ഇന്നലെ കാലത്താണ് സംവേറിൻ വയനാട്ടിൽ ഒരു അർജുൻ പറഞ്ഞിട്ടൊരു ഡ്രൈവർ ജൂലൈ 16 മുതൽക്ക് കർണാടകയിൽ ഒരു പുഴയിൽ തൻ്റെ വാഹനമായിട്ട് മഴയത്ത് വീണ് മരിച്ചു. അതിൻ്റെ ശവദാഹം നടക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ അഴുകിയ ശരീരമാണ്. പക്ഷേ ആ അച്ഛൻ തൻ്റെ മകന് കളിക്കാൻ വേണ്ടി ഒരു ട്രക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇമോഷൻസിലാണ് കർണാടക സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ്, പിന്നെ കർണാടകയിലെ മാപ്പെ പറഞ്ഞിട്ട് ഒരു മുങ്ങൽ വിദഗ്ധനൊക്കെ അതിൽ വന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറയുന്ന ചില രംഗങ്ങളുണ്ട്. എനിക്കതാ പെട്ടെന്ന് തോന്നിയത്. പ്രമോഷയോ ആശ്വാസം ഉളവേക്കണം എമ്മട്ടില്ലെങ്കിലും പടിമേലുള്ളരെന്നോട കുഴലമ്മയോടോദണം. സൂക്ഷിച്ചു വയ്ക്കുവാൻ ഗോദാവരിയെത്തൻ കിടാവൊടും. അതായത് പശുക്കളുടെ പേരാണ് അവിടെ. ഗോദാവരിയെത്തൻ കിടാവൊടും. കിടാവെന്ന് പറഞ്ഞാൽ കന്നുകുട്ടിയോടും. ജ്യേഷ്ഠൻ്റെ അമ്മ വരും നേരം അച്ഛനയക്കണം. കാരണം ഇനിയിപ്പോൾ വസുദേവരുടെ അടുത്തേക്ക് ആര് വരണം? രോഹിണി ദേവി വരണം. ബലരാമൻ ഇവിടെ ആൾറെഡി ഉണ്ട്. ജ്യേഷ്ഠൻ്റെ അമ്മ വരും നേരം അച്ഛനയക്കണം. ഈ ഓടക്കുഴലൊക്കെ സൂക്ഷിച്ച് വെച്ച് അതായത് നമ്മുടെ വല്യമ്മ വരുമ്പോൾ പുറത്തയക്കണം എന്ന്. ഇതൊക്കെ ശരിയല്ലേ? നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പല സംശയവും നമ്മെ പറ്റിയുണ്ട് ഇവിടങ്ങളിൽ. ഇവിടെ നമ്മളെ പറ്റിയിട്ട് പല സംശയമുണ്ട്. ആകയാൽ ഇങ്ങ് പോരായക എന്നച്ഛനും മാനശാലിയാം. ആകയാൽ ഇങ്ങ് പോരായക എന്നച്ഛനും മനശാലിയാം. അച്ഛൻ അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം. അതെല്ലാം തീർന്ന് വേണ്ടുമ്പോൾ ഉഗ്രസേന മഹീപതി നേരിട്ടു ഞാൻ തിരുവെഴുത്തയക്കുന്നത് നാൾ വരെ. ഞാൻ ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുവരെ അച്ഛൻ സമാധാനമായിട്ടിരിക്കണമെന്നതാ. അതെല്ലാം തീർന്ന് വേണ്ടുമ്പോൾ ഉഗ്രസേന മഹീപതി നേരിട്ടു താൻ തിരുവെഴുത്തയക്കുന്നതു നാൾ വരെ. തൽക്കാലം ഇവിടം വേണ്ടും അത്യാവശ്യങ്ങളൊക്കെയും നിവർത്തിച്ചാവതും വേഗം മടങ്ങും ഞങ്ങളങ്ങുതാൻ. ഞങ്ങൾ രണ്ടാൾക്കും കൂടി ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. അതൊക്കെ ചെയ്ത് തീർത്തതിൻ്റെ ശേഷം ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട്. പോരെ.
ദുഃഖിക്കായക ആരും ഈ ഞങ്ങളൊട്ടു നാൾ വൈകിയെങ്കിലും. അതാണ് ഈ മുൻകൂർ ജാമ്യം എടുക്കാന്ന് പറയും. ദുഃഖിക്കായക ആരും ഞങ്ങളെപ്പറ്റി ദുഃഖിക്കരുത്. ഞങ്ങൾ ചിലപ്പോൾ ഒട്ടുനാൾ വൈകിയെങ്കിലും വരാൻ വഴിയാലും ശരീരം മാത്രം ഇവിടം മനസ്സോ ഗോകുലത്തിലാണ്. ഇനി എന്താ വേണ്ടത്? ഞങ്ങളുടെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, ഞങ്ങളുടെ മനസ്സ് മുഴുവൻ ഗോകുലത്തിലാണ്. അതാണ് അൾട്ടിമേറ്റ് സമാധാനമാണ്. കൃഷ്ണൻ ഞങ്ങളുടെ ഒപ്പമുണ്ട്, കൃഷ്ണൻ്റെ മനസ്സ് ഞങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ന് ഞാൻ മറ്റേ DC ബുക്സിൻ്റെ മഹാഭാഗവതം പഠിക്കുമ്പോൾ അതിലൊരു സെൻറ്റൻസ് ഉണ്ട്. ഭഗവാൻ സ്വതന്ത്രനാണ്, പക്ഷേ ഭക്തന്മാരുടെ പ്രിയനായിട്ട് ഭക്തന്മാർക്ക് ഭഗവാൻ ആ വാക്ക് കിട്ടുന്നില്ല. അതായത് ഭഗവാൻ ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ അസ്വതന്ത്രനാണ്, എൻ്റെ ഭക്തന്മാരാണ് എനിക്ക് വലുത്. ഇത് നമ്മൾ എപ്പോൾ പഠിക്കേണ്ടതായിരുന്നു? 6 വയസ്സിലോ 8 വയസ്സിലോ 10 വയസ്സിലൊക്കെ പഠിക്കണം. ഭഗവാൻ നമ്മൾക്ക് നമ്മുടെ ഒപ്പം ഉണ്ടെന്നും ഭഗവാനെ ആശ്രയിച്ചാൽ ഭക്തന് ഭഗവാൻ ആശ്രിതനാവുന്നും ഉള്ള കാര്യം നമ്മൾ അതായത് ചില കാര്യങ്ങൾ നമ്മൾ പോയിൻറ്റ് ബ്ലാങ്കായിട്ട് പഠിക്കണം. അപ്പോൾ ദുഃഖിക്കായിക ആരും ഈ ഞങ്ങളൊട്ടു നാൾ വൈകിയെങ്കിലും ശരീരം മാത്രം ഇവിടം മനസ്സോ ഗോകുലത്തിലാം. ഈ വണ്ണം അച്ഛനെ കണ്ണീർ കിനിഞ്ഞ് എന്തിവരാക്ഷണൻ ഒരു മട്ട് ആശ്വസിപ്പിച്ചു പല രത്നങ്ങളെത്രയും. പിന്നെ കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഈ വണ്ണം അച്ഛനെ കണ്ണീർ കിനിഞ്ഞ് ഇന്ദീവരേക്ഷണൻ ഒരു മട്ട് ആശ്വസിപ്പിച്ചു. പിന്നെ പല രത്നങ്ങളെത്രയും വില പിടിച്ചതായ അമ്മയ്ക്ക് അഴകേന്തിയ പട്ടുകൾ. അമ്മയ്ക്ക്, അത് യശോദമ്മയ്ക്ക് വളരെ വിലപിടിപ്പുള്ള രത്നങ്ങൾ, നല്ല നല്ല മുന്തിയ ഇനം പട്ടുകൾ, വില പിടിച്ചതായ അമ്മയ്ക്ക് അഴകേന്തിയ പട്ടുകൾ, കറന്നീടുന്ന പാത്രങ്ങൾ, അതായത് പാല് കറക്കാൻ പറ്റിയ നല്ല നല്ല പാത്രങ്ങൾ, കറന്നീടുന്ന പാത്രങ്ങൾ, മിന്നും തൂമുത്തുമാലകൾ, നല്ല ആഭരണങ്ങൾ, വ്രജത്തിലുള്ളവർക്കേവർക്കും കൊടുപ്പാൻ പുതുപട്ടുകൾ. എല്ലാ ഗോപസ്ത്രീകൾക്കും പുതുപട്ട് വസ്ത്രങ്ങൾ. മഹാരാജാവു തൻ കൈകൊണ്ടച്ഛനേകി മാധവൻ. അതായത് ഉഗ്രസേന മഹാരാജാവിനെ കൊണ്ടു കൊടുപ്പിച്ചു എന്നാ പട്ടണക്ഷയോ. പുതുപട്ടുകൾ മഹാരാജാവു തൻ കൈ കൊണ്ട് അച്ഛനേകി മാധവൻ. പട്ടും പണവും ആ വണ്ടി തെളിപ്പോർക്കും മഹാശയൻ നൽകി അച്ഛൻ്റെ പിന്നാലെ വെയിലത്തൊരു നാഴിക. അപ്പോൾ അവിടുന്ന് വന്നിട്ടുള്ള വണ്ടിക്കാർക്കൊക്കെ നല്ല തലപ്പാവും നല്ല വസ്ത്രങ്ങളും കിമ്പളം ഒക്കെ ധാരാളമൊക്കെ കൊടുത്തു. മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകുന്ന വണ്ടിയുടെ ഒപ്പം ഇവർ രണ്ടാളും ഒരു നാഴിക ദൂരം അനുഗമിച്ചു എന്നാണ്. അതാണ് എന്താപ്പം അതിനെപ്പറ്റി പറയാ. ഒരു മകന് അച്ഛനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പട്ടും പണവും ആ വണ്ടി തെളിപ്പോർക്കും മഹാശയൻ നൽകി അച്ഛൻ്റെ പിന്നാലെ വെയിലത്തൊരു നാഴിക എന്നാ. മടങ്ങിപ്പോ മോനെ, ഞങ്ങൾ പോയിക്കോളാം, കുട്ടി വാടും, കുട്ടി വെയിൽ കൊള്ളരുത് എന്ന് പറയണു അച്ഛൻ. ഞങ്ങൾ വലുതായി അച്ഛ, തീയിൽ കൊരുത്തത് വെയിലത്ത് പാടില്ല, അത് ഇവിടുന്നാണ് കിട്ടിയത്. ഇത് നമ്മൾ ഈ കഥയുടെ ഒപ്പം സഞ്ചരിച്ച് നോക്കൂ. ആ സഞ്ചരിച്ചൊരു 30-35 മിനിറ്റിൻ്റെ ഹാങ് ഓവർ ഉണ്ടല്ലോ, ആ ഹാങ് ഓവർ എത്ര കോടീശ്വരനും കിട്ടില്ല. നമ്മൾ ഈ കഥയുടെ ഒപ്പം നമ്മൾ സഞ്ചരിക്കണം. നൽകി അച്ഛൻ്റെ പിന്നാലെ വെയിലത്തൊരു നാഴിക. ഇന്നിപ്പോൾ ഫോർട്ടിക്കോന്ന് ഇറങ്ങണതിൻ്റെ മുമ്പ് വാതിലടയ്ക്കണ ആൾക്കാരാ വീട്ടുകാർ. ഇപ്പം എന്തെങ്കിലും കാരണത്തിന് വേണ്ടി നമ്മൾ ആരെങ്കിലും കാണാൻ പോയാൽ അങ്ങനെയുണ്ട്. വീട്ടിൽ നിന്ന് പോർട്ടിക്കോന്ന് എഴുതി ചപ്പലിട്ടുണ്ടാവില്ല, വാതിലിട്ടേ ഇത് അടിക്കുക ആൾക്കാർ. ഇൻ ജനറൽ കേട്ടോ, അല്ലാണ്ടൊന്നുമില്ല.
നടന്നു പോന്നിടും രാമകൃഷ്ണന്മാരെ വ്രജാധിപൻ പുലുകി നിന്ന് അശ്രുനയനൻ മിണ്ടാൻ വയ്യാതെ നിൽക്കവേ. അപ്പോൾ എന്താണ്ടായത്? നടന്നു പോന്നിടും രാമകൃഷ്ണന്മാരെ. വണ്ടിയിലല്ല അവർ നടക്കുകയാണ് വണ്ടിയുടെ ഒപ്പം. വ്രജാധിപൻ നന്ദഗോപരെ പുലുകി കെട്ടിപ്പിടിച്ചു നിന്നു. അശ്രുനയനൻ, കണ്ണ് കാണുന്നില്ല അദ്ദേഹത്തിന്. കാരണം എന്താ? കണ്ണീര് കൊണ്ട്. മിണ്ടാൻ വയ്യാതെ നിൽക്കവേ, സംസാരിക്കാൻ സാധിക്കണില്ല. എമ്മട്ടോ പിന്നെയും കണ്ണീരാർന്നയക്കും കിടാങ്ങളെ തിരിഞ്ഞു നോക്കിയും കൊണ്ടു മെല്ലെ മെല്ലെ മടങ്ങിനാൻ. മടങ്ങിപ്പോകുന്ന കുട്ടികളെ നോക്കി 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 മെല്ലെ ഗോകുലത്തിലേക്ക് പോണു. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ത്രയോദശാധികശതതമസർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 114 ശ്ലോകം. യശോദമ്മയെയും മറ്റു ഗോപസ്ത്രീകളെയും നന്ദഗോപര് സമാധാനിപ്പിക്കലാണ്. എങ്ങനെ ഇത് വായിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അല്ലേ? അപ്പോൾ 114 സർഗത്തിൽ 1-ാമത്തെ ശ്ലോകം. കാത്തുകാത്ത് ഉൾത്തടം നീറിപ്പുകയും നന്ദഗേഹിനി. മക്കളെയും കൊണ്ട് അക്രൂരൻ ഇവിടുന്ന് പോയി. തൻ്റെ ഭർത്താവ് ധാരാളം പാല്, തൈര്, വെണ്ണ, നെയ്യ് എല്ലാം കംസമഹാരാജാവിന് കപ്പം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. യാതൊരു വർത്തമാനവും ഇല്ല. ഇന്നത്തെ കൂടുതലും മൊബൈലൊന്നും ഇല്ലല്ലോ പറയാൻ. അപ്പോൾ അവർക്ക് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ അല്ലേ? ഈ കംസനെ വധിച്ചു എന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ കാത്തുകാത്ത് ഉൾത്തിടം നീറിപ്പുകയും നന്ദഗേഹിണി. രാധാദി ഗോപിമാർ വന്നു വഴിയിൽ തങ്ങി നിൽക്കവേ. അപ്പോൾ രാധാദേവിയും മറ്റ് ഗോപസ്ത്രീകളൊക്കെ ഇവരുടെ കൂട്ടത്തിൽ ഈ വടക്ക് നോക്കിയന്ത്രം പോലെ മധുരയിൽ നിന്ന് ഗോകുലത്തിലേക്കുള്ള വഴി നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വല്ല ശബ്ദമൊട്ടുണ്ടോ? ദൂരത്തു നിന്നേ ചോദിച്ചാൾ ആപത്തു പലതോർപ്പവൾ ഉങ്ങടൻ എമ്മട്ടോ ചൊല്ലി നന്ദൻ. ദൂരത്തു നിന്നേ ചോദിച്ചാൾ ആപത്തു പലതോർപ്പവൾ ഉണ്ണിയെ. എവിടെ എൻ്റെ മോൻ എന്നാണ് ചോദിക്കണത്. അത് ശരിയല്ലേ? എവിടെ എൻ്റെ ഉണ്ണി എവിടെ? ഈ നന്ദഗോപുരം എന്തർത്ഥം പറയും? എന്ത് മറുപടി പറയും? ആലോചിച്ച് നോക്കൂ. ദൂരത്തു നിന്നേ ചോദിച്ചാൽ ആപത്തു പലതോർപ്പവൾ ഉണ്ണിയെ എങ്ങുടൻ എമ്മട്ടോ ചൊല്ലി നന്ദൻ മഹാമതി. സുഖമായി വാഴുകയാം കൂടെ വന്നിട്ടില്ല എന്നു മാത്രമാം. ചോദ്യം ഉത്തരം കഴിഞ്ഞു. എവിടെ എൻ്റെ ഉണ്ണി ചോദിച്ചു. ഉണ്ണി വന്നിട്ടില്ല. അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ബോംബെക്ക് ജോലിക്ക് പോകുമ്പോൾ ആദ്യം അമ്മച്ചന്മാർ പറയും, നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി, മക്കളെ ശരീരം നോക്കണട്ടോ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പറയും, ഇവിടെ സംഗതി പരിങ്ങലാണ്, എന്താ വെച്ചാൽ അയച്ചു തരണം. അതാണ് സത്യം. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന നമ്മളാണ് മനസ്സിലാക്കേണ്ടത് അച്ഛനമ്മമാരുടെ സാമ്പത്തിക സ്രോതസ് എന്തായിരിക്കും. നമുക്കറിയാലോ. അപ്പോൾ അവരെ കൊണ്ട് ഇല്ലാത്ത പരിതാപം പറയാനുള്ള ഇട വരുത്തരുത് നമ്മൾ. ഒരു ആൺകുട്ടി ജോലിക്ക് വേണ്ടി പോയാൽ അച്ഛനും അമ്മയെയും നോക്കി മരിപ്പിക്കുന്നത് വരെ അവരുടെ എല്ലാവിധ ആവശ്യങ്ങളും അവസരോചിതമായിട്ട് ചോദിക്കാതെ കണ്ട് നമ്മൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കണം. പിന്നെ അച്ഛനമ്മയോടും കണക്ക് ചോദിക്കരുതെന്നാ. നമ്മൾ എത്ര റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്താ അത് ചെയ്തത് ചോദിക്കരുത്. ചോദിച്ചാൽ ഈ മകൻ നാളെ എത്ര വലിയ ആളായാലും നരകം ഫലം. ഞാനിതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്?
അപ്പോൾ പറഞ്ഞു, ദൂരത്തു നിന്നേ ചോദിച്ചാൻ ആൾ ആപത്തു പലതോർപ്പവൾ ഉണ്ണിയെ എങ്ങുടൻ എമ്മട്ടോ ചൊല്ലി നന്ദൻ മഹാമതി സുഖമായി വാഴുകയാം കൂടെ വന്നിട്ടില്ല എന്നു മാത്രമാം. വീണ്ടും യശോദ ചോദിച്ചാളവിടെ ചെയ്വതെന്തവൻ. അമ്മയ്ക്ക് അങ്ങനെ ചോദിക്കാനുള്ള അധികാരമുണ്ട്. അവനെന്താ അവിടെ കാര്യം? ഇങ്ങോട്ട് പോന്നൂടെ നിങ്ങളുടെ ഒപ്പം? വീണ്ടും യശോദ ചോദിച്ചാളവിടെ ചെയ്വതെന്തവൻ ഹൃദയം നീറിയും കൊണ്ടും ചോദിപ്പതുര ചെയ്യണം ഒറ്റയ്ക്കവിടെ വിട്ടും കൊണ്ടെന്തേ പോന്നിടുവാൻ ഭവാൻ. അങ്ങക്ക് ബുദ്ധിയില്ലേ? എൻ്റെ കുട്ടീനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നു? ഏതാ നിങ്ങൾ വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതാ അർത്ഥം അങ്ങനെ പറയാം. ഒറ്റയ്ക്കവിടെ വെട്ടും കൊണ്ടെന്തേ പോന്നിടുവാൻ ഭവാൻ. തനിയെ തന്നെ പാർപ്പിച്ചിടരുതങ്ങ് അംബുജാക്ഷനെ. ആ നാട്ടിൽ അങ്ങനെ പല വിപത്തുകളുണ്ടാകുവാൻ. അല്ലേ? കംസൻ്റെ രാജധാനിയാണത്. കംസൻ ഭരിക്കണതാണ്. കംസനെ പേടിച്ചിട്ടല്ലേ നമ്മളിവിടെ പേടിക്കുന്നത്. അതായത് ഈ ബലരാമനെ അതേമാതിരി രോഹിണി ദേവീനെ ഇവിടെ ആക്കിയത് എന്തിനാ? നമ്മുടെ സവിധത്തിൽ മറ്റുള്ളവരിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഉണ്ണീനെ അവിടെ വിട്ടുപോരെ നിങ്ങൾ? ആ നാട്ടിൽ അങ്ങനെ പല വിപത്തുണ്ടുളവാകുവാൻ. സ്വപ്നം കണ്ടേൻ പുലർച്ചയ്ക്ക് ഇന്ന് എത്രയും വ്യക്തമായി ഞാൻ. ഈ പുലർച്ചയ്ക്ക് കാണുന്ന സ്വപ്നം ശരിയാവുമെന്നാണ് നിമിത്തശാസ്ത്രം കൊണ്ട് പറയണത്. അടുത്തു വന്നണഞ്ഞമ്പാർന്നറവിന്ദ വിലോചനൻ കുടുക്കടുക്കനും മെല്ലെ കുലയ്ക്ക് കൊണ്ടു കോമളൻ പുഞ്ചിരി പൊഴിച്ചെന്നോടുര ചെയ്യുകയാണവൻ. കടുക്കണൊക്കെ ഇട്ട് കുടുങ്ങി എൻ്റെ അടുത്ത് വന്ന് ചില കാര്യങ്ങളൊക്കെ പറയുണ്ടായി സ്വപ്നത്തിൽ. അതെന്താ? അമ്മേ, ഞാൻ ഒട്ടുകാലത്തങ്ങോട്ടൊന്നും വരില്ല ഇനി, എന്നോമലുണ്ണി അമ്പാർന്നോതിനാൻ ഓർമ്മയില്ലയോ. സംഗതി ഒരു എന്താണ് പറയുക, ആ സ്വപ്നത്തിൽ ഭഗവാൻ സംസാരിച്ചു എന്നാണ് അമ്മയുടെ അടുത്ത്. അമ്മേ, ഞാൻ ഒട്ടുകാലത്തേക്ക്, കുറച്ച് ദിവസത്തിനൊന്നിൻ്റെ അർത്ഥം, ഒട്ടുകാലം, കുറച്ച് കാലത്തിന് അങ്ങോട്ടൊന്നും വരില്ല ഇനി, എന്നോമലുണ്ണി അന്ന് അമ്പാർന്നോതിനാൻ ഓർമ്മയില്ലയോ. ഓർമ്മയില്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? അമ്മയ്ക്കലങ്കരിച്ചിട്ടു മതിയാകണം ഇന്നിനി ഓമനെ. പൂമ്പ പറയണ്ടായല്ലോ, കുട്ടീനെ അലങ്കരിച്ചു, അത് അവസാനത്തെ അലങ്കാരമാണ് എന്ന് ഞാൻ പറയുകയും ചെയ്തു പ്രഭാഷണത്തിൽ. അമ്മയ്ക്ക് അലങ്കരിച്ചിട്ടു മതിയാകണം ഇന്നിനി ഓമനെ ചൊല്ലിടായക ഒന്നുര ചെയ്യലും. അങ്ങനെയൊന്നും പറയരുതേ മോനെന്ന് ഞാൻ പറയുണ്ടായി. അത് സംഭവിച്ചില്ലേ? അന്നേ മുതൽക്ക് എന്നുൾത്തട്ടിലതു തന്നെ വിചാരമാം. അതിൻ്റെ ശേഷം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് എപ്പോഴും മകൻ എന്നോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ ചിന്താധോരണിയെ വശം കൊടുത്തുന്നു. അതാണ് ശരി. അന്നേ മുതൽക്കെന്നുൾത്തട്ടിൽ അതുതന്നെ വിചാരമാം. അതിൻ്റെ ഫലമോ സർവേശ്വരൻ തന്നെ അറിഞ്ഞിടും. അതിനറം പറ്റിയോ? അങ്ങനെ സംസാരിച്ചതുപോലെ ആയില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? എന്നെ എന്തിനാ അങ്ങനെ ശിക്ഷിക്കണത് ഭഗവാനെ? അന്നേ മുതൽക്കെന്നുൾത്തട്ടിലതു തന്നെ വിചാരമാം. അതിൻ്റെ ഫലമോ സർവേശ്വരൻ തന്നെ അറിഞ്ഞിടും. അവിടെ നിന്നും എന്നോമലുണ്ണിയെ കാത്തുകൊള്ളണം. അപ്പം ഇവിടെ ഇദ്ദേഹം അല്ലാണ്ട് വേറൊരു ഈശ്വരുണ്ടെന്നാണല്ലോ. ഇപ്പോൾ കൂടുതൽ സബ്ജക്റ്റായിട്ട് ഇടപഴകുന്നവർക്കേ അറിയുള്ളൂ ഭഗവാൻ തന്നെയാണ് വിഷ്ണു. ഭഗവാൻ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് അദ്ദേഹം വിഷ്ണു ആവുക കാരണമാണ്. മാത്രമല്ല ആ ചൈതന്യം തന്നെയാണ് യശോദമ്മയുടെയും രോഹിണി ദേവിയുടെയും വസുദേവരുടെയും നന്ദഗോപൻ്റെയും എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലെന്നുള്ള സത്യം അറിയുന്നവർക്കല്ലേ ഭഗവാൻ എല്ലാം തികഞ്ഞവനാണ്, ഈ കൃഷ്ണൻ തന്നെയാണ് എല്ലാം എന്നൊക്കെ അറിയുള്ളൂ. അതറിയാത്ത യശോദമ്മയുടെ പരിതാപത്തിൻ്റെ വൈബ്രേഷൻ അല്ലേ? ആലോചിച്ച് നോക്കൂ.
അപ്പോൾ അവിടുന്നെന്നും എന്നോമനുണ്ണിയെ കാത്തുകൊള്ളണം. ഭഗവാനോട് പറയണം, ആദ്യമേ തന്നെ ഞാനോതിയില്ലയോ മുകിൽ വർണ്ണനെ കൊണ്ടുപോകേണ്ട. കംസൻ്റെ ക്ഷണത്തിന് എൻ്റെ മോനെ കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. കൊണ്ടുപോകേണ്ട കംസൻ്റെ യാഗത്തിനെന്ന് 100 കേട്ടതില്ലെന്ന്. 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും കേട്ടില്ല. കേട്ടില്ല അത് അന്ന് കാലക്കേടല്ലാതെ എന്തോതുവാനിനി. കഷ്ടകാലം എന്നല്ലാതെ കണ്ട് എന്താണ് പറയേണ്ടത്? കാലക്കേടല്ലാതെ എന്തോതുവാനിനി. ഇപ്പോൾ തന്നെ ഉടൻ ചെന്നുണ്ണിയെ കൊണ്ടുപോരണം. ഇങ്ങോട്ട് കയറണ്ട, വന്ന പാട് തിരിച്ചു പോയിക്കോളൂ. എൻ്റെ കുട്ടീനെ ഇപ്പോൾ കൊണ്ടുവന്ന് തരണം. ഏതൊരമ്മ അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ തന്നെ ഉടൻ ചെന്നുണ്ണിയെ കൊണ്ടുപോരണം. ഇന്ദീവരാശനില്ലാകിൽ ഇവിടം വാഴുകില്ല ഞാൻ. ഭഗവാൻ ഇവിടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാനിവിടെ ജീവിക്കില്ല എന്ന് യശോദമ്മ പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ പറഞ്ഞു, ഇന്ദീവരാശനില്ലാകിൽ ഇവിടം വാഴുകില്ല ഞാൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉടൻ പോകുകയാണ്, ഇല്ല സംശയം. ഞാൻ പോയി കൊണ്ടുവന്നോളാം. നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഭവാൻ തന്നെ കേട്ടോ പറഞ്ഞത്, ഇപ്പോഴത്തെ ആൾക്കാരെ പോലെയല്ല, ഭവാൻ, ഞാൻ പോയി കൊണ്ടുവരാം. അല്ലെങ്കിൽ ഞാൻ തന്നെ ഉടൻ പോകുകയാണില്ല സംശയം. ഗോകുലാധിപൻ ഈ വണ്ണം മെല്ലവേ ചൊല്ലി. പിന്നെയും കുറച്ചുകൂടി റീസണിങ് ആയിട്ട് അധികം സംസാരിച്ചു. എന്താ? മനസ്സിൽ മങ്ങായിക മഹാരാജാവാണെന്നു മാധവൻ. യശോദമ്മേ, ഉണ്ണീനെ പറ്റി താൻ ഇനി സങ്കടപ്പെടാൻ പാടില്ല. ഇപ്പം നമ്മുടെ കുട്ടി ആരാശുണ്ടോ? മധുരയിലെ മഹാരാജാവാണ്. ഉഗ്രസേന മഹാരാജാവ് പേരിന് മാത്രം. എൻ്റെ മകൻ, നമ്മുടെ ഉണ്ണി പറയുന്നതാണ് അവിടുത്തെ രാജനീതി. അതിൽ നമുക്ക് അഹങ്കരിക്കാം, അതിൽ നമുക്ക് സന്തോഷിക്കാം. മനസ്സിൽ മങ്ങായിക മഹാരാജാവാണെന്നു മാധവൻ. മധുരാമണ്ഡലത്തിങ്കൽ എങ്ങെങ്ങും വേണ്ട മാതിരി പട്ടാളങ്ങളെയും മറ്റും ഏർപ്പെടുത്തി മഹാമതി അകമ്പടിയൊടും പോരും കൃഷ്ണനും ബലരാമനും. കരഞ്ഞീടായ ഒരാൾ പോലും. ഇവിടെ ഇന്ന് കൃഷ്ണനാമത്തിൽ ഒരാൾ കരയാൻ പാടില്ല. അകമ്പടിയോടും പോരും കൃഷ്ണനും ബലരാമനും. കരഞ്ഞീടായ ഒരാൾ പോലും. കമനീയ ഗുണാലയൻ. ആരാ? കൃഷ്ണൻ. കമനീയ ഗുണാലയൻ, എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞവൻ. സന്തോഷിച്ച് ഓമന കൈ കൊണ്ടെടുത്തേകിയതാണിവാം. സന്തോഷിച്ച് ഓമന കൈ കൊണ്ടെടുത്തേകിയതാണിവ. ഈ തന്ന സാധനങ്ങളൊക്കെ നമ്മുടെ മകൻ അവൻ്റെ ഇളം കൈ കൊണ്ട് വാരിക്കോരി നിറച്ച് തന്നതാണ് അല്ലേ? ജോലിയൊക്കെ കഴിഞ്ഞ് ബോംബെ എന്നൊക്കെ പോരുമ്പോൾ ഓരോരുത്തരും ചോദിക്കും, എനിക്കുള്ളത് എവിടെ, എനിക്കുള്ളത് എവിടെ? അതിലൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അമ്മ വന്നിട്ട് കെട്ടിപ്പിടുത്തുണ്ടാവും. നീ വന്നോലോ, അത് മതി. ആ